ഹായ് ഓൾ വെൽത്തിഫൈയുടെ മറ്റൊരു ഫോറക്സ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആനന്ദു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡ് എന്താണ് ഈ ആഴ്ച ചെയ്യാൻ പോകുന്നത്. സോ പാസ്റ്റ് ഡേയ്സ് ആയിട്ട് ഗോൾഡ് നല്ല രീതിക്ക് ബുള്ളിഷ് ആണ്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഡോളർ ഇൻഡെക്സ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ട്രംപ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അൺസർട്ടൻ സിറ്റുവേഷൻ കാരണം കൂടുതലും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. ഓൾറെഡി എല്ലാ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്ക്സ് എല്ലാം തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനിയും ഗോൾഡ് മുകളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. സോ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള ലോസ് ലെവൽസ്, മേജർ ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെവൽസ് താഴേക്ക് ബ്രേക്ക് ചെയ്യണം എന്നാൽ മാത്രമാണ് ഗോൾഡ് താഴേക്കായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ വ്യൂവിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ മാത്രമാണ് ഉള്ളത്. നമുക്ക് മുകളിലേക്കായിരിക്കും കൂടുതൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിനെ മുകളിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു റേഞ്ചിനുള്ളിൽ ഈ ഒരു ആഴ്ച, ഈ ഒരു വീക്കിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി നല്ല രീതിക്കുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഹ്യൂജ് മൂവ്മെന്റ് എന്ന് ഇപ്പോൾ പറയാനായിട്ട് പറ്റില്ല. നമുക്ക് ആ മാർക്കറ്റിൽ, ലൈവായിട്ടുള്ള മാർക്കറ്റിൽ ആ ഒരു കൺഫർമേഷൻ ഗോൾഡ് തന്നാൽ മാത്രമാണ് നമുക്കത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ആസ് ഫോർ നൗ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഗോൾഡിനെ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ലോ വന്ന അവിടെ നിന്ന് പിന്നെയും സപ്പോർട്ടായിട്ട് എടുത്ത് അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് പോകാനുള്ള പ്രോബിലിറ്റി കാണുന്നുണ്ട്. സോ ലെറ്റ് സി, നമുക്ക് മാർക്കറ്റ് നോക്കിയിട്ട് ആ ടൈമിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. സോ യൂറോനെ നോക്കുകയാണെങ്കിൽ യൂറോയിൽ ഇന്നലെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് മൂവ്മെന്റ് ഉണ്ടായി. സോ ഇനിയും അങ്ങോട്ട് നല്ല അപ്പ് മൂവ്മെന്റ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കുറേ നാളായിട്ട് ബെയറിഷ് ആയിരുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു യൂറോയിലെ. നല്ല രീതിക്ക് താഴേക്ക് വന്നിട്ട് അവിടെ നിന്ന് നല്ലൊരു റിക്കവറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും മുകളിലേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിന്റെ മൂല്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് താഴത്തോട്ട് വരുന്നുണ്ട്. സോ അത് ആണ് ഈ ഒരു ഡോളർ പെയർ ആയിട്ടുള്ള കറൻസികളിൽ ഇപ്പോൾ യൂറോയിലും GBP-യിലൊക്കെ ഒരു ബുള്ളിഷ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു. സോ നമുക്ക് ഡോളർ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു സഡൻ ആയിട്ടുള്ള ഒരു താഴത്തോട്ടുള്ള ഫാൾ അങ്ങനെ തന്നെ യൂറോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഈ വരുന്ന ഫാൾ, ഇവിടെ ഇൻഡെക്സിൽ വരുന്ന ഫാള് യൂറോയിലേക്ക് നോക്കുമ്പോൾ അത് അപ്പ് ട്രെൻഡ് ആയിട്ട് കാണും. സോ ഇതിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദി ടൈം യൂറോ ഹിസ്റ്ററിയിൽ നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നത്. അപ്പോൾ എപ്പോഴും ഡോളർ ഇൻഡെക്സ് വാച്ച് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് GBP/JPY പോവാം. സോ GBP/JPY സംബന്ധിച്ചിടത്തോളം ഈ ഒരു റേഞ്ച് നല്ലൊരു ബൈയിങ് സോൺ തന്നെയാണ്. അപ്പൊ ഈ ഒരു സോണിൽ നിന്ന് നമുക്കൊരു ബൈ എക്സ്പെക്ട് ചെയ്യാവുന്ന. അപ്പൊ നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ GBP/JPY-യും മുകളിലോട്ടൊക്കെയാണ് മുകളിലോട്ടേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ റേഞ്ചിൽ നിന്ന് ഒരു ബൈ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഈ സോൺ റിജക്ട് ചെയ്തിട്ട് ഇവിടെ സ്മോൾ ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ തരുമ്പോൾ നമുക്കത് മുകളിലോട്ടേക്ക് ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇനി നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കാണാം. ബൈ ഫോർ ദാറ്റ്.